എല്ലാവർക്കും നമസ്കാരം. എനിക്ക് 53 വയസ്സുണ്ട്. 28/5/1972 ജനിച്ചതാണ്. മുടി ഡൈ ചെയ്യാത്തത് കൊണ്ട് ചില പ്രായം കൂടുതൽ തോന്നുന്നതാണ്. സന്തോഷമേ ഉള്ളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യം മലയാളികൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു 40 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള മനുഷ്യൻ കേരളത്തിൽ ഒരു നന്മ കാണാൻ പോകുന്നില്ല. എല്ലാം ഇങ്ങനെ ഉന്തി തള്ളിപ്പോയി ചത്തും കെട്ട് പോവുകയുള്ളൂ. അത് ഉറപ്പാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പറയാം. അങ്ങനെ 40 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാം ചത്തും കെട്ടും പോയാലും അതിന് ശേഷം വരുന്ന നമ്മുടെ മക്കൾ ഇവിടെ എങ്ങനെ ജീവിക്കും? അതിനൊരു സാമ്പത്തിക സുസ്ഥിരത വേണം എന്ന വിഷയത്തെക്കുറിച്ച് ചില വീഡിയോകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുമോ? ഉദാഹരണത്തിന് 50 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലിൽ ഉഴപ്പന്മാരായ 50 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ഹോട്ടൽ എങ്ങനെ മുന്നോട്ട് പോകും? അതെപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഈ ഇന്ത്യൻ കോഫി ഹൗസുകൾ പലതും പൂട്ടിയത് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫും ഒടുക്കത്തെ കക്കലും മോഷണവും കമ്മീഷനും എല്ലാം കൂടി ആയപ്പം കേരളത്തിൽ അവിടെ ഉണ്ടായിരുന്ന മിക്ക ഇന്ത്യൻ കോഫി ഹൗസും പൂട്ടി. മനുഷ്യന് വെള്ളം കയറി കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ വയറ്റിൽ കുഴപ്പമില്ലാതെയും വയറൊഴിച്ചിലില്ലാതെയും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. പക്ഷേ അനേകം ഇന്ത്യൻ കോഫി ഹൗസ് കൂട്ടിയത് ഈ ഒടുക്കത്തെ കക്കലും കമ്മീഷനും ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫും. ഒന്നാമത് ഇങ്ങനെ രാജാവിൻ്റെ കണക്ക് തൊപ്പിയും വെച്ചോണ്ട് വരും രാജാവ്. ഈ രാജാക്കന്മാർ ആവശ്യത്തിൽ കൂടുതൽ രാജാക്കന്മാരായ ഒരു രാജ്യം നിലനിൽക്കുമോ? അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസ് എല്ലാം പൂട്ടി. ഞാനിത് പറഞ്ഞത് ഇത് തന്നെയാണ് സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നത്. 90% ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലിക്കാർ. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ 4000 മുതൽ 5000 വരെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. 4000 മുതൽ 5000 പേര്. അതിൽ 20% പേരെ പാർട്ടിക്കാരിങ്ങനെ അങ്ങോട്ട് തിരി കയറ്റി വെക്കുന്ന PSC എഴുതൊന്നുമല്ല. എങ്ങനെ ഉൽപ്പാദനക്ഷമത ഉണ്ടാവും? ഡയറിയും കക്ഷത്തിൽ വെച്ച് നാട്ടുകാരനെ കളിപ്പിച്ച് നടന്നവന് നേതാവിൻ്റെ പുറകെ നടന്നവനെയൊക്കെ പിടിച്ച് ആഫീസിലോട്ട് കയറ്റിയിരുത്തിയാൽ ഇവൻ എങ്ങനെ പണി ചെയ്യും? യൂണിയൻ നേതാവിന് നേരെ കളക്ടർ തിരിഞ്ഞാൽ കളക്ടറെ പറഞ്ഞ് വീട്ടിൽ വിടുവന്മാർ അങ്ങനെയുള്ളത്. എന്നാൽ ഇതിൻ്റെ നേരെ തിരിച്ച് ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കിയാലോ, തമിഴ്നാട്ടിൽ ഒരു വില്ലേജ് എന്ന് പറയുന്നത് കേരളത്തിലെ വില്ലേജിൻ്റെ 10 ഇരട്ടി വലുപ്പമാണ്. അവിടെ ഒരു വില്ലേജ് ഓഫീസറും ഒരു വില്ലേജ് അസിസ്റ്റൻറ്റും ഉള്ളത്. ഈ വില്ലേജ് അസിസ്റ്റൻറ്റ് വില്ലേജ് ഓഫീസ് തൂത്തുവാരുക വരെ ചെയ്യണം. 2 പേരേ ഉള്ളൂ. കേരളത്തിലെ വില്ലേജ് ഓഫീസിൻ്റെ 10 ഇരട്ടി വലുപ്പം. ഈ 10 ഇരട്ടി വലുപ്പത്തിലുള്ള വില്ലേജിലെ 2 പേര്, കേരളത്തിൽ 13 മറ്റന്മാർ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ വേണേ വന്നു, ഒരു 2:30-3 ആകുമ്പോൾ സൗകര്യം പോലെ പോയി. പിന്നെ അന്വേഷിക്കും മൂമാരെല്ലാം ഫീൽഡിലാണെന്നാണ് പറഞ്ഞത്. ആരുടെ എവിടുത്തെ ഫീൽഡ്? ഇമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കിടക്കുക. യൂണിയൻ്റെ മറ്റിടത്തെ ആൾക്കാരെ തൊടാൻ പറ്റിയില്ല ഇമാരെ. ഇനി അടുത്തത് തമിഴ്നാട്ടിൽ കൃഷി വകുപ്പെന്നും പറഞ്ഞൊരു വകുപ്പുണ്ട്. അതിന് വ്യവസായം എന്ന് അവിടെ പറയുന്നത്. വാഴ നഷ്ടമാണെങ്കിൽ ഉലുവ കൃഷി ചെയ്യിക്കും. ഉലുവ നഷ്ടമാണെന്നുണ്ടെങ്കിൽ കടല കൃഷി ചെയ്യിക്കും. കൃഷി ചെയ്യിക്കുമെന്ന് മാത്രമല്ല, വളം, വിത്ത്, വെള്ളമടിക്കാനുള്ള ഓസ് സകലതും കൊണ്ട് കൊടുക്കും. വളം അവന്മാരുടെ ബൈക്കെ കൊണ്ട് സ്ഥലത്ത് കൊണ്ട് കൊടുക്കും. അത് തമിഴ്നാട്. അവിടുത്തെ കൃഷിക്ക് ആവശ്യമായ കറണ്ട് സർക്കാർ കൊടുക്കും. കൃഷിക്കാരോട് ചോദിച്ചാൽ പറയാം, ഇതിൻ്റെ കറണ്ടിൻ്റെ പൈസ അടയ്ക്കുന്ന ആഫീസ് എവിടെയാണെന്ന് അവന്മാർക്ക് അറിയത്തില്ലെന്ന്. ഇവിടെയോ? അന്നേരം അങ്ങനെയുള്ള ഓഫീസിൽ കേരളത്തിലാണെങ്കിൽ ചെല്ലുന്നവരെ ഇമ്പാറ വരപ്പിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ. അന്നേരം ഇതിനെയെല്ലാം പോറ്റി പുലർത്തുന്നത് NGO എന്ന് പറഞ്ഞ ഒരു പാണ്ഡാരം പ്രസ്ഥാനമാണ്. അതാണ് ഇവന്മാരുടെ ധൈര്യം. ഇതിൻ്റെ ഒരു കണക്ക് പറയാം. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ കയറുമ്പം 30,000 രൂപ ശമ്പളം. ഞാനൊരു ആവറേജ് കണക്കെടുത്തതാണ്. ഇറങ്ങിപ്പോകുമ്പോൾ ഇവന്മാരുടെ ശമ്പളം 1.5 ലക്ഷം രൂപ. അപ്പോൾ ഇത് രണ്ടിനും കൂടെ ആവറേജ് എടുക്കുമ്പം മാസം 90,000 രൂപ. ഒരു 30 വർഷം സർവീസ്. ഈ 90,000 രൂപ വെച്ച് 30 വർഷത്തെ നോക്കുമ്പോൾ 3,24,00,000 രൂപ ഒരുത്തന് ശമ്പളം. ഈ പണിയുള്ള കാലത്ത് പണിയെടുക്കാതെ ചുമ്മാതിങ്ങനെ തട്ടിച്ചും പട്ടിച്ച് നടക്കുന്നത് കൊണ്ട് ഒരു 30 വർഷം ഇത് കഴിഞ്ഞ് ജീവിച്ചു ഇരിക്കും. ഈ 30 വർഷം ഇവന് പെൻഷനും കൊടുക്കണം. എത്ര രൂപ വെച്ചാണെന്നറിയോ? ഈ അവസാനം മേടിക്കുന്ന 1.5യുടെ പകുതിയോ അതിൽ കൂടുതൽ വെച്ച്. അങ്ങനെ വരുമ്പം 3,24,00,000 രൂപ വെച്ച് ഒരാൾക്ക് അടുത്ത 30 വർഷത്തേക്ക് കൊടുക്കണം.
അത് എത്ര ലക്ഷം പേർക്കാണെന്നറിയോ? 6 ലക്ഷം പേർക്ക്. സജീവ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ 6 ലക്ഷം പേര്. അത് ഈ 3.25 ലക്ഷം പേര് ഒരു പണിയില്ലാതെ ചുമ്മാ അങ്ങോട്ട് തരപ്പര നടക്കുന്ന അധ്യാപകർ. പിന്നെ ഇതുകൂടാതെ 3 ലക്ഷം പെൻഷൻകാർ, അതുകൂടാതെ 1 ലക്ഷം വേറെ കുറേ ലോക്കലെല്ലാം കൂടെ. ഇതും കൂടെ എല്ലാം ശമ്പളം എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണെന്നറിയോ? ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത 30 വർഷത്തെ ശമ്പളം കണക്കൂട്ടി നോക്കിയാൽ 20 ലക്ഷം കോടി. ഈ 3,24,00,000 രൂപ വെച്ച് 6 ലക്ഷം പേരുടെ കണക്ക് കൂട്ടുമ്പം 20 ലക്ഷം കോടി. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടം 6 ലക്ഷം കോടി. ഇറങ്ങിയെങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെ 7 ലക്ഷം കോടി. അടുത്ത 30 വർഷത്തേക്ക് കേരളത്തിൽ അടുത്ത തലമുറയുടെ തലയിലോട്ട് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ തിരികെ കയറ്റിയ എല്ലാം കൂടെ കയറ്റുമ്പോൾ അടുത്ത 30 വർഷം വരുന്ന തലമുറയ്ക്ക് ബാധ്യത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 20 ലക്ഷം കോടി. ഇനി ഇതിൻ്റെ പെൻഷൻ വേറെ, പെൻഷൻ്റെ പുറത്ത് രാഷ്ട്രീയക്കാരുടെ പെൻഷൻ വേറെ. ഒരുത്തൻ 6-7 പെൻഷനുള്ളവന്മാരുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഞാൻ കണക്കൂട്ടി നോക്കിയപ്പം ഏതാണ്ട് 50 ലക്ഷം കോടി. വേലയും കൂലിയില്ലാത്ത നാട്ടുകാരൻ ഇത് സഹിക്കണോ? ഈ 3.5 കോടി ജനത്തിനകത്ത് ഈ 10 ലക്ഷം പേരെ തീറ്റിപ്പോറ്റാൻ അടുത്ത 30 വർഷത്തേക്ക് 50 ലക്ഷം കോടി ശമ്പളവും പെൻഷനും എല്ലാം കൂടെ 19.4 ട്രില്യൺ. നമുക്കൊന്നും മനസ്സിലാകുന്ന പണിയല്ല കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കിയോ, ഭരണം ഇറങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നതിന് ഇപ്പോൾ ഒറ്റ കയറ്റൂടെ കയറ്റി ഉമ്മാരുടേത്. ഈ കയറ്റി വെച്ചിട്ട് ഉമ്മാർക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. തിരിച്ചു വന്നാലും ജനത്തിനെ കൊള്ളയടിച്ച് ഇതങ്ങോട്ട് മേടിച്ച് കൊടുത്താൽ മതി. ഈ 7 ലക്ഷം കോടിക്ക് 10% പലിശ വേറെ എവിടെ തന്നെ ഉണ്ടാക്കും? എങ്ങനെ ഉണ്ടാക്കും? ആര് സഹിക്കും? ഈ വേലയും കൂലിയില്ലാതെ വരുമാനമില്ലാത്ത കൃഷിക്കാരൻ ഇതിൻ്റെ ബാക്കി സഹിക്കണോ? ഒരു പണിയില്ലാതെ നടക്കുന്ന സാധാരണക്കാർ സഹിക്കണോ? ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ഭക്ഷണത്തിന്, പേസ്റ്റിന്, കക്കൂസിപ്പോകുന്ന വെള്ളത്തിന്, സോപ്പിന്, എണ്ണയ്ക്ക് എല്ലാത്തിനും കൂടെ എത്ര രൂപ ടാക്സ് വരുന്നുണ്ടെന്ന് ഒരു സാമ്പത്തിക വിദഗ്ധനോട് കണക്കൂട്ടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ അതിൻ്റെ കണക്ക് വെളിവിടാം. ഓരോന്നിൻ്റെ വെച്ചിട്ട് എങ്ങനെ നമ്മളിവിടെ ജീവിക്കും? ഒരു വില്ലേജ് ഓഫീസിൽ ഒരു ഓഫീസർ, ഒരു അസിസ്റ്റൻറ്റും തമിഴ്നാട്ടിൽ. നമ്മുടെ ഇവിടെയോ 10-13 എണ്ണം. ഇതിനെല്ലാം കൂടെ തൂറ്റിപ്പോറ്റാൻ പറ്റിയല്ല നമുക്ക്. ഈ തീറ്റിപ്പോറ്റൽ നിർത്തിയേ പറ്റുള്ളൂ. ഏത് ഗവൺമെൻറ് വന്നാലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ലോ. ഇതൊരു വലിയ അക്രമം നമ്മുടെ തലമുറകളുടെ മേലോട്ട് വരുവാ. ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാറ്റക്കേസ്, ഈ പെണ്ണുകാസെല്ലാം കൂടെ പൊക്കി വിടുന്നത്. ഇനി മുന്നോട്ട് മനുഷ്യൻ ഇങ്ങനെയുള്ള വിവരങ്ങൾ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ 20 ലക്ഷം കോടി അടുത്ത 30 വർഷം കൊണ്ട് എന്നാ ചെയ്തിട്ടാ ഉമ്മാര്? എന്നതാ ഇതിൻ്റെ ആവശ്യം? ഒരാവശ്യമില്ലാത്ത ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകൾ, ചുമ്മാ സൊറ പറഞ്ഞിരിക്കാനും മൊബൈൽ ഞെക്കാനുമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇത് നടക്കില്ല. ഇവിടുത്തെ ജനം ഇതറിയണം. ഇനി മുന്നോട്ട് നമുക്ക് സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ഇവർക്കെതിരെ തിരിഞ്ഞാലേ പറ്റുള്ളൂ. ഇവരെ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. ജനത്തിനെ സേവിക്കാനുള്ള ആൾ മതി, ജനത്തിനെ ദ്രോഹിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ വേണ്ട. ജനത്തിൻ്റെ മുമ്പിലേക്ക് ഈ വിഷയം വെക്കുന്നു. അടുത്ത 30 കൊല്ലത്തേന് ഇത്രയും വലിയ ബാധ്യത അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ എന്തു ചെയ്യും? ഇപ്പോൾ സംസ്ഥാനത്തിന് വരുമാനത്തെക്കാളും കൂടുതൽ ഗവൺമെൻറ് ഫീസുകളും പിഴകളും ആക്കിയേക്കുക മുഴുവൻ. ഇത് അനുവദിച്ച് കൊടുത്തുകൂടാ. ഇവിടുത്തെ സാധാരണക്കാർ ഇത് പഠിച്ചാൽ മതിയാവൂ, സാധാരണക്കാർ ഇത് ചോദിച്ചാൽ മതിയാവൂ. നമ്മുടെ നാട്, നമ്മുടെ മണ്ണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കണമെങ്കിൽ നമ്മളിതിനെ അറിഞ്ഞ് പ്രതികരിച്ച മതിയാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.